Cheers to 2026. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കണ്ടുവരുന്നത് എൻ്റെ വീട്ടിൽ പുതുവത്സരത്തിന്റെ ആഘോഷം ആരംഭിക്കുന്നത് കുടുംബ പ്രാർത്ഥനയോടെയായിരിക്കും. അതിപ്പോൾ പള്ളി പോയാലും ശരി ഇല്ലേലും ശരി, എത്ര ലേറ്റ് ആയിട്ട് പള്ളിയിൽ നിന്ന് വന്നാലും കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ടേ പിന്നെ ഉറക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവത്തുള്ളൂ. ഇപ്പൊ എൻ്റെ വീട്ടിലെ കാര്യം മാത്രമല്ല, ഈ അടുത്തുള്ള മിക്ക വീടുകളിലും അങ്ങനെയൊക്കെ തന്നെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ കാണും. ഈ പ്രാവശ്യം മമ്മി ഉണ്ടാക്കിയ പ്ലം കേക്കാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. 2025 പ്രത്യേകതകളൊന്നും നിറഞ്ഞൊരു വർഷമായിരുന്നു. അതായത് 2024 ഡിസംബർ ഞാൻ ഇന്നും ഓർക്കുന്നടാ, എന്ത് പെട്ടെന്നാണ് ഒരു വർഷം പോയത്. പക്ഷെ അത് ഗാഢമായിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. കോളേജ് തീർന്നു, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, കുറച്ച് പുതിയ ഫ്രണ്ട്സിനെ കിട്ടി, അങ്ങനെ അച്ചീവ്മെന്റ് എന്നൊക്കെ പറയാൻ പ്രത്യേകിച്ചൊന്നും ഈ വർഷം നടന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്നെ കേൾക്കാനായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ടും 256 പേരുള്ള ഒരു ഫാമിലി എനിക്ക് ഇവിടെയുണ്ട്. എൻ്റെ ഈ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഒരു 40 പേരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ആരും എന്നെ നേരിട്ട് കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഒന്നുമില്ല. എന്നിട്ടും നിങ്ങൾ ഈ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അത് തന്നെയായിരിക്കും ഈ 2025 എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. ഞാൻ 2024 ഡിസംബർ 25 ആദ്യമായിട്ടൊരു വീഡിയോ ഇടുന്നത്. ഒട്ടും കണ്ടിന്യൂവേഷൻ ഒന്നും ഇല്ലാണ്ട് മാസത്തിൽ 1-2 വട്ടം മാത്രം വീഡിയോസ് ഇടുന്ന ഒരാളായിരുന്നു ഞാൻ. അതിന്റെ മെയിൻ റീസൺ കോളേജും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു. ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. മാസങ്ങൾ എന്നുള്ളത് ആഴ്ചയിലോട്ട് ചുരുങ്ങിയെന്ന് മാത്രം. ഈ വർഷം ഈ ദിവസങ്ങളിലേക്ക് ചുരുങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ന്യൂ ഇയർ ഒക്കെ എല്ലാവരും നല്ല ഗംഭീരമായിട്ട് ആഘോഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ആഘോഷങ്ങൾ തീർന്നിട്ടില്ലല്ലോ അല്ലേ, ഇന്നത്തെ ദിവസം ഫുള്ള് കിടക്കുമല്ലേ ആഘോഷിക്കാനായിട്ട്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്നത്തെ ദിവസം എല്ലാവരും അടിച്ചു പൊളിക്ക്.